കോഴിക്കോട് പേരാമ്പ്ര ചാലിക്കരയിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിച്ച നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷം. പ്രതിഷേധത്തിനിടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താനും ശ്രമമുണ്ടായി. കുപ്പി പിടിച്ചു വാങ്ങുന്നതിനിടെ പെട്രോൾ കണ്ണിൽ വീണ് പോലീസുകാരന് പരിക്കേറ്റു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കബീർ ഒമർ വിശദാംശങ്ങൾ നൽകും. കബീർ, ഇപ്പോഴെന്താണ് ഇവിടുത്തെ സാഹചര്യം? സൈഫുദ്ദീൻ, ഇപ്പോൾ ഈ ടവർ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പ്രതിഷേധക്കാർ അല്ലെങ്കിൽ നാട്ടുകാരെ പോലീസ് ഏതാനും പേരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് നീക്കി. മറ്റുള്ളവരോട് പിരിഞ്ഞു പോകാനും പോലീസ് ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ടവർ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നാട്ടുകാർ ഈ ടവർ നിർമ്മാണം തടയാനെത്തുന്നത്. നേരത്തെയും ഈ ടവർ നിർമ്മാണം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു. ഏതാണ്ട് 3 തവണ സമാനമായ രീതിയിൽ നിർമ്മാണ കമ്പനി പ്രദേശത്തെത്തുകയും ഈ ടവർ നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ നാട്ടുകാർ തടയുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇവർ കോടതിയെ സമീപിച്ച് ടവർ നിർമ്മാണ കമ്പനി കോടതി അനുമതിയോട് കൂടിയാണ്, കോടതി ഉത്തരവോട് കൂടിയാണ് പോലീസ് സംരക്ഷണയിൽ ഇന്ന് ടവർ നിർമ്മാണത്തിന് ഈ കമ്പനി എത്തിയത്. ഇവരെത്തിയ ഉടനെ നാട്ടുകാർ സംഘടിക്കുകയായിരുന്നു. തുടർന്ന് ഈ നിർമ്മാണം നടത്താൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ നിലപാടെടുത്തു. തുടർന്ന് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിലാണ് പ്രദേശവാസിയായ ഒരാൾ കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്താനുള്ള ശ്രമം നടത്തിയത്. ഇദ്ദേഹം പെട്രോൾ ദേഹത്തൊഴിക്കുന്ന സമയത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ട് ഈ പെട്രോൾ കുപ്പി തട്ടി മാറ്റുകയും ഇദ്ദേഹത്തെ രക്ഷിക്കുകയുമായിരുന്നു. ഇതിനിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്, പേരാമ്പ്ര ഇൻസ്പെക്ടറാണ് അദ്ദേഹത്തിന് പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ കണ്ണിൽ പെട്രോൾ വീണാണ് പരിക്കേറ്റത്. ആ നിലയ്ക്ക് അദ്ദേഹവും ചികിത്സ തേടിയിട്ടുണ്ട്. ഈ പെട്രോൾ ദേഹത്തൊഴിച്ച വയോധികനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രദേശവാസികളായ 9 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ടവർ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സൈഫുദ്ദീൻ. ശരി.